മണികേതൻ ചർച്ചയിലേക്ക് ശ്രീ എൻ പി ചെക്കുട്ടി, ഇതിൽ ഘടകകക്ഷികൾ എടുക്കുന്ന നിലപാടും നിർണായകമാകില്ലേ? ഞങ്ങൾക്ക് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന നേതാവ് ആര് എന്നൊരു വിഷയം കൂടി അവിടെ വരുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അതിലെടുക്കുന്ന നിലപാട് വളരെ പ്രധാനമാണ്. ഒന്നും ആരും വിട്ടുപറയുന്നില്ല. കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളെ കാണാൻ AP അനിൽകുമാർ ചെന്നതും വലിയ ചർച്ചയായതാണ്. മറ്റ് നേതാക്കളുടെ പ്രതിനിധികളായി കൂടുതൽ പേർ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ലീഗ് എടുക്കുന്ന നിലപാടും വലിയ നിർണായകമായ ഒരു കാര്യമല്ലേ ശ്രീ എൻ പി ചെക്കുട്ടി? എന്താണ് ലീഗ് അതിലെടുക്കാൻ സാധ്യതയുള്ള നിലപാടായി അങ്ങ് കരുതുന്നത്? അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ 27 സീറ്റിൽ അവർ മത്സരിക്കുന്നുണ്ട്. 22 സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഇന്നത്തെ ഒരു അന്തരീക്ഷം നോക്കിയാൽ മുസ്ലിം ലീഗിൻ്റെ ആ പ്രതീക്ഷ മലപ്പുറത്ത് ഏതാണ്ട് 16 സീറ്റും അവർ വിജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. കോഴിക്കോട്ടും അവർക്ക് കണ്ണൂരൊക്കെ. അപ്പോൾ ഏതാണ്ട് 22 സീറ്റ് കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മുസ്ലിം ലീഗ് എമർജ് ചെയ്ത് വരും. കാരണം മറ്റ് ചെറിയ കക്ഷി കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ വേറെ ചെറിയ കക്ഷികളാണ് പിന്നീട് ഉള്ളത്. ഇപ്പോൾ RSP ആയാലും ശരി, CMP ആയാലും ഇതുപോലെ അങ്ങനെയുള്ള പാർട്ടികൾക്ക് അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താനുള്ള ശേഷിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ഹൈക്കമാൻഡ് ആയാലും ശരി, മറ്റു നേതാക്കളായാലും ശരി, സഖ്യകക്ഷികളുടെ താല്പര്യങ്ങൾ അതും പഴയ കാലത്തും എല്ലാ കാലത്തും അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ മനസ്സിലിരിപ്പ് ചോദിച്ചിട്ടുണ്ട്. കരുണാകരനെ പോലുള്ള നേതാക്കൾ ഇങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ, സമുദായങ്ങളെ, നേതാക്കളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ വലിയ വിജയം വരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മനസ്സിലിരിപ്പ് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോയ്സ് തന്നെയായിരിക്കും. ആരാവണം ഈ മുന്നണിയെ നയിക്കേണ്ടത് എന്ന ചോദ്യം വരുമ്പോഴും, കാരണം കോൺഗ്രസിനെ മാത്രമല്ല നയിക്കുന്നത്, മറിച്ച് UDF എന്ന് പറയുന്ന എൻറ്റയർ ടീമിനെയാണ് പുതിയ മുഖ്യമന്ത്രി നയിക്കേണ്ടി വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് താല്പര്യമുള്ള മുസ്ലിം ലീഗിൻ്റെ കൂടി ചോയ്സ് എന്ന നിലയിൽ വരും. അപ്പോൾ ഇതിൽ പിന്നെ പല നേതാക്കളും വന്നിട്ട്, അനിൽകുമാർ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ മലപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത്, പാണക്കാട്ടിരിക്കുന്ന സമയത്താണ് ശശി തരൂർ അവിടെ വന്നത്. പല നേതാക്കളും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പല കോൺഗ്രസ് നേതാക്കളുമായി നേരിട്ട് കണ്ട്, സോണിയാഗാന്ധിയെ ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം കണ്ടിരുന്നു, സാദിഖ് അലി തങ്ങൾ. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സ് ഉണ്ട്. പക്ഷേ അതിനകത്ത് മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ ചോയ്സിനെ നിന്നെ ആളായിരിക്കണം നിങ്ങളുടെ നേതാവ് എന്ന തരത്തിലുള്ള ഒരു ഇൻസിസ്റ്റൻസ് ഒരിക്കലും മുസ്ലിം ലീഗ് വയ്ക്കാനിടയില്ല. ഈ മുന്നണിയെ കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരാൾ എന്ന നിലയിലാണ് അവർ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായും കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാൾ മന്ത്രിസഭയിൽ വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ന്യായമായൊരു പൊസിഷൻ എൻഷുർ ചെയ്യണം എന്നുള്ളൊരു വികാരം മുസ്ലിം ലീഗ് അത് പറയുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് മുനവറിൽ തങ്ങളടക്കം, അദ്ദേഹം പ്രധാനപ്പെട്ട യുവ നേതാവാണ്, അടക്കം അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ അങ്ങനെയൊന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് ലീഗ് പറഞ്ഞാൽ പോലും ലീഗിന് ആ തരത്തിൽ ന്യായമായ അവരർഹിക്കുന്ന മാന്യമായുള്ള അക്കോമഡേഷൻ കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ അണികൾ അതിശക്തിയായിട്ട് പ്രതിഷേധിക്കും. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സമവായം വരുന്ന സമയത്ത് ഒരു മുന്നണിയെ ഒന്നിച്ച് നയിക്കാൻ ശേഷിയുള്ള ഒരാൾ, അതിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ നോക്കിയാൽ ടീം UDF എന്നൊരു കോൺസെപ്റ്റിലാണ് സതീശൻ ഈ പാർട്ടിയെയും ഈ മുന്നണിയും നയിച്ചുള്ളത്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി എന്ന നിലയിൽ, കോൺഗ്രസിൻ്റെ ആളുകൾ എന്ന നിലയിലല്ല, കുറേ കൂടി വൈഡറായിട്ടുള്ള കേരള സൊസൈറ്റിയുടെ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ തരത്തിലുള്ള ലീഡർഷിപ്പ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ സതീശൻ വിജയിച്ചിട്ടുണ്ട്. അത് വിജയിച്ചതിൻ്റെ ഏറ്റവും തെളിവ് അദ്ദേഹത്തിൻ്റെ ആ പുതിയ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വമ്പിച്ച വിജയം നേടാൻ പറ്റിയെന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിയെ സജീവമാക്കി കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ സമുദായ സമ്മർദ്ദ ശക്തികളിൽ നിന്ന് പാർട്ടിയെ സംരക്ഷിച്ചു നിർത്താൻ, പാർട്ടിയുടെ ഐഡന്റിറ്റി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പുറത്തെ ഘടകങ്ങൾ, അതാണ് പാർട്ടിക്ക് പുറത്തെ ഘടകങ്ങൾ. പക്ഷെ പാർട്ടിക്കകത്ത് എത്രത്തോളം മറ്റ് നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന സമയത്ത് അദ്ദേഹം വളരെ അഡമൻ്റായി എടുത്തൊരു നിലപാടുണ്ട്. അതൊരു ആദർശപരമായ നിലപാടാണ്. ആ നിലപാട് വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന പല യുവ നേതാക്കളും ചോർന്നു പോകുന്നുണ്ട്, മറ്റൊരിടത്തേക്ക് അവർ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു തുടർച്ചയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്കകത്തെ പിന്തുണയും പ്രധാനമാണല്ലോ ശ്രീ എൻ പി ചെക്കുട്ടി.
അല്ല, അതിൽ ഷാഫി പറമ്പിലെ പോലുള്ള ആളുകൾ വ്യത്യസ്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് സതീഷിൻ്റെ നിലപാടിലും എന്തെങ്കിലും മാറ്റം വന്നോ? സതീഷിൻ്റെ സ്റ്റേച്ചറിന് എന്തെങ്കിലും വ്യത്യാസം വന്നോ? സതീഷിൻ്റെ പദവിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നോ? അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം എടുക്കുന്ന നിലപാട് കുറേ കൂടി ജനകീയമായിട്ടുള്ള അടിത്തറയുള്ള നിലപാടുകളാണ്. കോൺഗ്രസിലൊരു പ്രശ്നം, പല നേതാക്കളും കോൺഗ്രസ് പാർട്ടിയേക്കാൾ കൂടുതൽ തങ്ങളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അനുയായി വൃന്ദത്തിന് കൂടുതൽ സ്പേസ് നൽകുന്നത്. അത് മിക്കവാറും എല്ലാ കാലത്തും കോൺഗ്രസിലുള്ളതാണ്. ഇപ്പോഴും പല നേതാക്കളും തങ്ങളുടെ അനുയായികൾ എന്താണോ പറയുന്നത്, തങ്ങളുടെ അനുയായികളുടെ താല്പര്യങ്ങൾ എന്താണ്, അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും സംസാരിക്കുന്നത്. അതിന് വ്യത്യസ്തമായിട്ടൊരു കൾച്ചർ, ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം സതീശൻ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ നാട് മാറുകയാണ്, നമ്മുടെ സൊസൈറ്റി മാറുകയാണ്, നമ്മൾ പൊളിറ്റിക്സ് മാറുകയാണ്. അപ്പം അതുകൊണ്ട് ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ട് മാത്രം വിജയിച്ച് കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നില്ല. അത് സുധാകരനായാലും ശരി, രമേശ് ചെന്നിത്തല ആയാലും ശരി, മറ്റാരെങ്കിലും ആയാലും ശരി, അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം രാഷ്ട്രീയത്തിൻ്റെ മാറ്റം, സൊസൈറ്റിയുടെ മാറ്റം ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹൈക്കമാൻഡാണ് ഇന്നിപ്പോൾ കോൺഗ്രസിനുള്ളത് എന്നതുകൊണ്ട് തന്നെ കുറേയൊക്കെ നീതിപൂർവമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വരിക. ഒരു കരുത്തുള്ള ലീഡർഷിപ്പ്, ഒരു ശക്തിയുള്ള ലീഡർഷിപ്പ്, ഒരു മുൻകാഴ്ചയുള്ള കൂടുതൽ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, അതിനെ കൊണ്ടുവരാൻ കോൺഗ്രസ് ലീഡർഷിപ്പിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.